ചേട്ടാ ഈ മുണ്ടേല എന്ന് പറയുന്ന പേര് ഏലയുമായിട്ട് കണക്ട് ചെയ്താണെന്ന് മനസ്സിലാവും പേര് കേൾക്കുമ്പോൾ. അത് എങ്ങനെയാ മുണ്ടേല എന്നുള്ള പേര് വന്നതെന്ന് പറയും? മുണ്ടേല എന്ന പേര് വന്നു വെച്ച് കഴിഞ്ഞാൽ പണ്ട് കൊറ്റാമല എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ അവിടെ കോതറാണി എന്നൊക്കെ പറഞ്ഞു, അതല്ലേ? റാണി എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ശരിക്കും മുണ്ടേല എന്നല്ലായിരുന്നു അന്നത്തെ പേര്. അന്നത്തെ പേര് വേറെ ഒരു പേരായിരുന്നു. അത് ഇങ്ങനെ മാറി മാറി കാലങ്ങളോളം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് മുണ്ടേലായത്. ഈ കൊറ്റാമലയുമായിട്ട് കണക്ട് ചെയ്തൊക്കെയാണ് ഈ പേരുകളൊക്കെ കിടക്കുന്നത്, അല്ലേ? അന്ന് ഒരു രാജകുടുംബമൊക്കെ ഉണ്ടായിരുന്നു കൊറ്റാമല. അന്നൊക്കെ അതൊക്കെ കൊക്കോതമംഗലം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മുണ്ടേല എന്ന് ഇപ്പം മുണ്ടേലായത്. പണ്ട് വേറെ പേരുകളൊക്കെ. ഇപ്പം ഞങ്ങൾ കൊക്കോതമംഗലത്ത് നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ മുണ്ടേല സ്വദേശി തന്നെ. പേരെന്താണ്? പേര് വിജയകുമാർ. ഓട്ടോറിക്ഷ വർഷങ്ങളായിട്ട് തന്നെ അങ്ങനെയാണ് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ? ഓട്ടോറിക്ഷ ഓടിച്ച് തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. പറ്റുന്നില്ല, സ്വന്തം ഓട്ടോ തന്നെ അല്ലേ? നമ്മളിപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ച് നമ്മൾ ഓരോരുത്തരും ഓരോ തൊഴിൽ. അപ്പം പരാജയവും വിജയമൊക്കെ ഉണ്ടാവും. ആ തൊഴിൽ കൊണ്ട് ജീവിക്കാം, നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. വലിയ ജോലിയാകുമ്പോൾ വലിയ റിസ്ക് ഉണ്ട്. പിന്നെ ഈ ഏലകൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കൃഷിയാണ് ഇവിടുത്തെ പ്രധാനം. ഇവിടെ കൃഷിയാണ് ഇപ്പോഴും. പണ്ട് നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നെൽകൃഷി ഇല്ല, റബ്ബറും വാഴയും അതും ഇതൊക്കെയാണ്. നെൽകൃഷി വളരെ കുറഞ്ഞു. അതിന് പൊതുവെ നാടിന് ഒരു കാർഷിക സംസ്കാരം തന്നെയാണ്. പിന്നെ ഈ ചുറ്റുവട്ടത്തൊക്കെയുള്ള സ്ഥലങ്ങൾ പറയുമ്പോൾ ഇവിടെ കാണിക്കപ്പെട്ടി, പിന്നെ കളത്തറ, ഈ കൂവക്കുടി പാലം. കൂവക്കുടി എന്ന് പറയുന്നത് എന്താണ്? അത് ഇതുമായിട്ട് ഒരു ബന്ധമുണ്ട്. നമ്മുടെ ഈ അന്ന് രാജകുടുംബക്കാരാണ് കൂവക്കുടി പാലം നിർമ്മിച്ചത് പണ്ട്. ശരി. ബ്രിട്ടീഷുകാർ. ആ പാലം മാറിയിട്ട് ഇപ്പോൾ വേറെ ഒരു പാലമൊക്കെ പുതിയ പാലമാണ്. അതെ, പഴയ പാലമുണ്ട്. പക്ഷേ പഴയ പാലത്തിന് ഒന്നും ഒരു കേടില്ല. അങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുണ്ടേലയെ കുറിച്ചൊന്ന് അറിയാനും കേൾക്കാനും ഒക്കെ ആയിട്ട് വന്നതാണ്. സന്തോഷം. വിജയമാണ്. നമ്മൾ ശരിക്കും എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ? നമ്മൾ ലഹരി വിരുദ്ധ സന്ദേശം സ്വാതന്ത്ര്യദിന റാലിയാണ് ഇന്ന്. നമ്മുടെ സംഘടന അസോസിയേഷൻ്റെ പേര് നമ്മുടെ ഹിൽ ടൗൺ എന്ന് പറയും. ഹിൽ ടൗൺ മിനിസ്ട്രീസ്. മിനിസ്ട്രീസിൻ്റെ ഇതുപോലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഫുഡ് വിതരണങ്ങളും പിന്നെ അല്ല ഞങ്ങൾ കൊണ്ടുപോകാവുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അസോസിയേഷനാണ്. എവിടെ ബേസ് ചെയ്തിരിക്കുന്നത്? നെടുമങ്ങാട് തന്നെ. നെടുമങ്ങാട്. അപ്പോൾ നെടുമങ്ങാട് നമ്മൾ മുണ്ടേല വന്നപ്പോൾ നെടുമങ്ങാട് ബേസ് ചെയ്ത് ഹിൽ ടൗൺ ഹിൽ ടൗൺ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ സന്നദ്ധ പ്രവർത്തകർ ധാരാളം പേര് ഇവിടെ ഉണ്ട്. അവർ ലഹരി വിരുദ്ധ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ അവിടെ പ്രവർത്തനം ഞാൻ 2 മിനിറ്റ് കണ്ടിട്ടേ പോകുന്നുള്ളൂ നിങ്ങളുടെ കാര്യങ്ങൾ. തീർച്ചയായും നാടിനെ കാർന്നു തിന്നുന്ന ഒരു വലിയ സംഭവമാണ് ലഹരി. അതൊന്നും കുറഞ്ഞ പക്ഷേ ഇത്രയും പേരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് തന്നെ വലിയ സംഭവം. അപ്പോൾ മുണ്ടേലയിൽ നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു നല്ല കാഴ്ചകളിൽ ഒന്ന് ഈ പ്രധാനമായിട്ടും ഇവരുടെ ലഹരി വിരുദ്ധ പ്രവർത്തനമാണ്. നമുക്കത് കുറച്ച് നേരം ഒന്ന് കാണാം.